ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉലുവുണ്ടയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ മരുന്നുണ്ടയാണ്. അപ്പോൾ ഈ തണുപ്പിനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മരുന്നായിട്ടാണ് നമ്മളിത് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല ഇതിൻ്റെ ഒരു കയ്പ്പ് രസമുള്ളതിൻ്റെ പേരിൽ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഉലുവ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉലുവ എടുത്തിരിക്കുന്ന അളവെന്ന് പറഞ്ഞാൽ അരക്കപ്പ് ഉലുവ, അരക്കപ്പ് ഉലുവയ്ക്ക് 1 കപ്പ് അരി. അത് റോസ് കളറിലെ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, നമ്മൾ കഞ്ഞിയൊക്കെ വെക്കാറില്ലേ ആ അരി. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ജീരകം, 1/4 കപ്പ് എള്ള്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ നമുക്ക് വറുത്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വറുത്തെടുക്കേണ്ടതാണ് അയമോദകം. അപ്പോൾ ഈ അയമോദകം ഞാനിവിടെ നേരത്തെ തന്നെ വറുത്ത് പൊടിച്ച് പഞ്ചസാര ചേർത്തിട്ട് ഞാൻ പൊടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ അയമോദകം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വറുത്തെടുക്കണ്ട, അത് നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ച് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ കൈവശം ഉള്ള അയമോദകം എടുത്തിട്ട് നമ്മളിത് വറുക്കുന്ന കൂട്ടത്തിൽ അതും കൂടി ചേർത്തിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇത് വറുത്ത് പൊടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 300 ഗ്രാം ശർക്കരയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരമാണ്. അപ്പോൾ നല്ല മൂത്ത് വിളഞ്ഞ നാളികേരം വേണം നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള നാളികേരം നന്നായിട്ട് ചിരകി എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന അരിയും ഉലുവയൊക്കെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇത് അരിയൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇതിനകത്തേക്ക് അരി വറുത്തെടുക്കാൻ വേണ്ടി. ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ അരിയും ഉലുവയും എല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ വറുത്തെടുക്കരുത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും വറുത്തെടുക്കണതിൻ്റെ ടൈം വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വറുത്തെടുക്കുക. അപ്പോൾ ഈ അരി വറുത്തെടുക്കുന്ന സമയത്ത് നമ്മളിതിങ്ങനെ പൊട്ടിത്തുടങ്ങും. അപ്പോൾ ഈ ഓരോ അരിയും പൊട്ടി നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടണം. എല്ലാ അരിയും ഇതേപോലെ പൊരിഞ്ഞ് അപ്പോൾ ഓരോ സൗണ്ട് കേൾക്കും. അപ്പോൾ ആ സൗണ്ട് എല്ലാ അരിയും പൊട്ടിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം വേണം നമുക്ക് എടുക്കാൻ. എന്നാലും മാത്രമേ ഇത് പൊടിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ മണൽത്തരി പോലെ കിടക്കും, ഇങ്ങനെ ശരിക്കും പൊടിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അരി നമ്മളിങ്ങനെ പൊട്ടി തുടങ്ങുമ്പോൾ എല്ലാ അരിയും പൊട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അടിഭാഗം കരിയരുത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ഹൈ അങ്ങനത്തെ ഒരു ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഈ അരി വറക്കണ സമയത്ത്. അരിക്ക് എപ്പോഴും ഒരു ഇത്തിരി ചൂട് കൂടുതൽ വേണം, എന്നാലും മാത്രമേ നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടുള്ളൂ. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടെന്നാൽ ഒട്ടും അത് ഇങ്ങനെ ആകെ കല്ലിച്ചു പോകും, ഈ അരി ഇങ്ങനെ പൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അരി വറുക്കുന്ന സമയത്ത്. ഇപ്പോൾ നമ്മൾ അരി വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശമായി വന്നിട്ടേ ഉള്ളൂ, മുഴുവനും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇതായെന്ന് വിചാരിക്കും, ഇതെല്ലാവരും പൊരിഞ്ഞിട്ടില്ല. അപ്പോൾ അത് എല്ലാവരും പൊരിഞ്ഞെന്ന് ഉറപ്പ് വന്നതിന് ശേഷം വേണം നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് കോരി മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അരി വറുക്കുന്നതും ഉലുവ വറുക്കുന്നതും ജീരകം വറുക്കുന്നതും അയമോദകം വറുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ജീരകമൊക്കെ അങ്ങോട്ട് പൊട്ടി തുടങ്ങിയാൽ മാത്രം മതി. അത് മുഴുവനും പൊട്ടാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ആ പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ജീരകവും അയമോദകവും അതേ രൂപത്തിൽ എടുത്തോളണം. അരിക്ക് വ്യത്യാസമുണ്ട്. എല്ലാവരും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അരി അതിൽ നിന്ന് കോരി മാറ്റാൻ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാനത് ഇത്രയും പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഏകദേശം ആയിട്ടുണ്ട്, എല്ലാവരും പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി ഒന്ന് പൊരിയേണ്ടതുണ്ട്. എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളണം, അതല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. ഇപ്പോൾ നമുക്ക് അരി പൊരിയണ സൗണ്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് കുറയാൻ നിൽക്കരുത്, അതിൻ്റെ സൗണ്ട് അതിന് മുന്നായിട്ട് തന്നെ എടുത്തോളണം. അപ്പം നമ്മൾ ഇടുന്ന ഈ പാത്രത്തിൽ ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് മോശമായി പോകും. ഇനി നമുക്ക് സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ഉലുവയും കൂടി ചേർത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഉലുവയുടെ പാകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ കളറായിട്ട് വരും, അതാണ് അതിൻ്റെ പാകം.
അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഉലുവ വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് ഉലുവ വറുത്തെടുക്കാൻ. ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത്ര മതി. നമുക്കൊന്ന് ഫ്ലെയിം എപ്പോഴും ഒന്ന് ലോവിലിട്ടിട്ട് നമുക്കിത് കോരി മാറ്റാം. അരിയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് ചേർത്ത് കൊടുത്താൽ മതി, ഒന്നിച്ച് പൊടിച്ചെടുക്കേണ്ടതല്ലേ. അപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് എല്ലാനും അതിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് അടുത്ത ജീരകം ഇട്ട് കൊടുക്കാൻ. അതല്ലെങ്കിൽ ആ ജീരകത്തിൻ്റെ ആ ഉള്ളിൽ കിടന്ന ആ ഉലുവയുടെ തരി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ ചട്ടിയിൽ നിന്ന് എല്ലാനും എടുത്ത് മാറ്റണം. അപ്പോൾ ജീരകവും ആയിട്ടുണ്ട്. നേരിയതായിട്ടൊന്ന് പൊട്ടി വന്നേ ഉള്ളൂ, അത്ര മതി. അപ്പോൾ തന്നെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് എന്താണ്? എള്ള്. അപ്പോൾ എള്ളും ഇതിനകത്തേക്കിട്ട് വറുത്തെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കുക. അതിന് ശേഷം വറുത്തെടുക്കുക. ഇതും എള്ളും അതുപോലെ തന്നെ ഒന്ന് പൊട്ടി വന്നാൽ മാത്രം മതി. ഒരല്പം നേരം കഴിയുമ്പോഴേക്കും അതും ആയി കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇനി നമുക്ക് വറുത്ത് കൊടുക്കേണ്ടത് അയമോദകമാണ്. അപ്പോൾ അയമോദകം ഞാനിവിടെ ഓൾറെഡി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ഇനി അത് വറുത്തെടുക്കണ്ട. അത് പൊടിക്കാൻ നേരത്തെ നമുക്ക് അതിനോടൊപ്പം ചേർത്താൽ മതി. ഇനി നമ്മൾ അയമോദകവും കൂടി വറുത്തെടുത്താൽ മതി. പക്ഷേ എനിക്ക് ഇനി അയമോദകം വറുത്തെടുക്കേണ്ട. നമ്മളുടെ കൈവശം അയമോദകം വറുത്ത് പൊടിച്ചത് ഉണ്ട്. ഇത് നമ്മൾക്ക് പൊടിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ബ്ലെൻഡറിലിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ 2-3 ബാച്ചായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തത്. അപ്പോൾ നന്നായിട്ട് നല്ല പോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരിയുടെയൊക്കെ കറക്റ്റ് പാകമായിരുന്നു നമ്മളത് പൊരിച്ചെടുത്തതൊക്കെ. അതെല്ലാം നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടി. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ രൂപത്തിൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടണം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ബൗളിൽ ഒട്ടും വെള്ളമൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് എങ്ങാനും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ഉലുവുണ്ട മോശമായി പോകും. അപ്പോൾ അടുത്തത് നമുക്ക് ഇതേപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ ആ പൊടിച്ചെടുത്ത കൂട്ടത്തിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നില്ലേ അയമോദകം, അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന ഈ കയ്യിലും വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് ശർക്കരയും നാളികേരവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ആദ്യം തന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 2 കൈയിലോ 3 കൈയിലോ ശർക്കര അത് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അതിനകത്തേക്ക് നാളികേരവും കൂടി ഒരു 2-3 കയ്യിൽ നാളികേരവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ കൈ ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ട് നമുക്ക് ഈ മിക്സിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കണ്ട ഇത്ര ഭംഗിയായിട്ട് നമ്മുടെ കൈയും കൊണ്ട് ചെയ്യണമെങ്കിൽ ഇത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്ത് കിട്ടില്ല. അതും നമ്മൾ ഇത് ഇട്ട് വയ്ക്കുന്ന ഈ പാത്രത്തിൽ നമ്മൾക്ക് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും വൃത്തിയോടുകൂടി എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുക. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം. അതും നല്ല ഭംഗി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകമാണ്. നമ്മൾക്ക് ഇങ്ങനെ ഉണ്ട പിടിക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് ഉണ്ട നന്നായിട്ടത് പിടിക്കാൻ പറ്റണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ട പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചും കൂടി ശർക്കര ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ബ്ലെൻഡറിൽ 2 ബാച്ചായിട്ടാണ് നമ്മൾ അടിച്ചെടുത്തത്. എന്നാലും ഒന്നും കൂടി രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. എന്നാൽ പോലും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളിത് ഉരുള പിടിക്കുകയാണെങ്കിൽ നേരിയ ചൂടുണ്ട്. ആ ചൂടോടുകൂടി നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊരു ഉരുള പിടിക്കാം. അപ്പോൾ ശരിക്കും ബോൾ പോലെ നമുക്ക് കിട്ടും. കണ്ട കറക്റ്റ് പാകമാണ്. അതിനകത്ത് നാളികേരവും ശർക്കരയും എല്ലാം നന്നായിട്ട് കറക്റ്റ് പാകമാണ്. അതുകൊണ്ടാണ് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഉണ്ട പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് അത് ഇരുന്നോളും. കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ചും കൂടി ടൈറ്റ് ആവും. ഇപ്പം തന്നെ ഒരുവിധം ടൈറ്റാണ്. കറക്റ്റ് പാകമാണിത്. കണ്ട
കണ്ടാൽ തന്നെ ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇതൊരു മരുന്ന് ഉണ്ട പോലെയല്ല ഇരിക്കുന്നത്. കണ്ടിട്ട് തന്നെ കൊതിയാവണുണ്ട് ശരിക്കും കഴിക്കാനായിട്ട്. ഏത് ഇഷ്ടപ്പെടാത്തവരും കഴിച്ചോളും ഇത്. അടുത്തത് നമുക്ക് ഇതേപോലെ കുറച്ചെടുത്തിട്ട് ഒന്ന് കുറച്ച് ടൈറ്റായിട്ടൊന്ന് ഇങ്ങനെ ഉണ്ട പിടിക്കണം. അതില്ലെങ്കിൽ ഇതിങ്ങനെ പൊടിഞ്ഞ് പൊട്ടിപ്പോവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് അങ്ങനെ. അപ്പോൾ ടൈറ്റായിട്ട് ഇങ്ങനെ ഇരുന്നോളൂ. അത് കണ്ടോ എത്ര പെട്ടെന്നാണ് നമുക്ക് ഉരുളയാക്കി എടുക്കാൻ പറ്റുന്നത്. ഈ ഒരു ഉരുള അങ്ങോട്ട് കഴിച്ചാൽ മതി, ഏത് വയ്യാണ്ട് കിടക്കുന്നവരും ഓടി ചാടി നടക്കും. അത്രയ്ക്ക് നല്ല സൂപ്പർ മരുന്നുണ്ടയാണിത്. പണ്ടൊന്നും ഞാൻ ഈ മരുന്നുണ്ടോന്നും ഞാൻ കഴിക്കില്ല. വീട്ടിലെ അമ്മ ഇത് എല്ലാ വർഷക്കാലത്തും ഉണ്ടാക്കാറുള്ള ഒരു മരുന്നുണ്ടയാണിത്. അന്നൊന്നും ഞാനിത് കഴിക്കില്ലായിരുന്നു, ഇതിൻ്റെ കയ്പ്പ്. പക്ഷെ ഇപ്പം എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. പിന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ കയ്പ്പ് ഇഷ്ടപ്പെടില്ല, അവർ കഴിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. ഞാൻ പറയാണ്ട് തന്നെ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. വാദത്തിനും പിന്നെ ഈ മുട്ടുവേദന അങ്ങനെയുള്ള അസുഖങ്ങൾക്കുമൊക്കെ നമ്മളിത് കഴിക്കാറുള്ളതാണ്. എല്ലാ വർഷക്കാലത്തും കർക്കിടക മാസത്തിൽ തണുപ്പിനെ പ്രതിരോധിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മരുന്നുണ്ട കഴിക്കാറുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ തണുപ്പ് കാലത്തും എല്ലാവരും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും ഈ കൊറോണ സാഹചര്യത്തിലൊക്കെ നമുക്കിത് അത്യാവശ്യമാണ്. അപ്പം നമുക്കിത് എല്ലാവരും ഇതേപോലെ ഉരുളയാക്കി എടുക്കാം. സൂപ്പർ മരുന്നുണ്ട അങ്ങനെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. വളരെ എളുപ്പമാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കേടാവാതെ 1-2 ആഴ്ച നമ്മൾ പുറമേ വെച്ചിരുന്നാൽ കേടാവാതെ ഇരുന്നോളും. പിന്നെ നമ്മൾക്ക് ബാക്കിയുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. 1 മാസത്തോളം ഏകദേശം ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഉലുവുണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കയ്പ്പും മധുരവും ഒക്കെ കൂടി ചേർന്ന നല്ലൊരു ടേസ്റ്റ് ഉള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കയ്പ്പ് രസം നമുക്ക് കൂടുതലും കുറച്ചും കൂടി വേണം, ഉലുവയുടെ അളവ് കുറച്ചും കൂടി വേണം എന്നുണ്ടെങ്കിൽ ഉലുവയുടെ അളവ് കൂട്ടുക. അതല്ല നമുക്ക് കയ്പ്പ് രസം കുറച്ച് കുറക്കണമെന്നുണ്ടെങ്കിൽ അരിയുടെ അളവ് നമ്മൾ കൂട്ടുക. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തു കൊടുക്കുക. അപ്പോൾ എന്നിരുന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.